ഗ്രീൻ പ്രോട്ടോകോളും പരിസ്ഥിതി സൗഹൃദവുമാണ് ഈ ഇലക്ഷന്റെ പ്രത്യേകത. മറ്റൊന്ന്, കേരളത്തിലെ ചൂൽ ചിഹ്നത്തിന്റെ അരങ്ങേറ്റവും. AAP-യുടെ സ്ഥാനാർത്ഥി നമ്മോടൊപ്പമുണ്ട്. നിലപാട് ടിവിയുടെ ഇലക്ഷൻ ഹീറോസ് 2025. നിലപാട് TV പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ ഡിവിഷൻ 47-ൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമതി ജോസ്ലിനാണ് നിലപാട് ടിവിയിൽ ഇന്നത്തെ അതിഥി. ഞാൻ ജോസ്ലിൻ. ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ 47-ാം ഡിവിഷൻ ചെറുവണ്ണൂർ വെസ്റ്റിൽ മത്സരിക്കുന്നു. അഴിമതിരഹിതവും സുതാര്യതുമായ ഭരണത്തിനായും സാധാരണക്കാർക്ക് നീതി ലഭ്യമാക്കാനുമായി നിലകൊള്ളുമെന്നും ജോസ്ലിൻ പറയുന്നു. പുതിയ പോർമുഖങ്ങളിൽ സമരമായി പടരുവാൻ, കാലമേൽപ്പിച്ച കർമ്മഭൂമിയിൽ നിർഭയം നിറയുവാൻ, പുതിയ പോർമുഖങ്ങളിൽ സമരമായി പടരുവാൻ. ചെറുവണ്ണൂർ ഡിവിഷനിൽ ഒരു മാറ്റം ആവശ്യമുണ്ടെന്നും അത് കൊണ്ടുവരാൻ ശ്രീമതി ജോസ്ലിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നും ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടു. ഞാൻ അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. കേരളത്തിൽ വലിയൊരു ഉത്സവം നടക്കുകയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞു കാണുന്നു. ജനാധിപത്യത്തിന്റെ ഉത്സവം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ആം ആദ്മി പാർട്ടി കേരളത്തിൽ സജീവ സാന്നിധ്യമായി ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനും ഒക്കെ മത്സരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യത്തെ ഒരു വലിയ ഉത്സവത്തിലേക്ക് സ്ഥാനാർത്ഥി വിശേഷവുമായി നാളെ വീണ്ടും കാണാം. ഗോദയിലെ സ്ഥാനാർത്ഥികളെ നിങ്ങളിലേക്ക് എത്തിക്കാൻ നിലപാട് ടിവി അനീതിക്കെതിരെ ഉറച്ച നിലപാടുക. ജനാധിപത്യത്തിന്റെ ജാഗ്രതാ ശബ്ദം. ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക.